പ്രോട്ടീനെക്സ് ദോശ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രോട്ടീനെക്സ് ദോശ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് പ്രോട്ടീനെക്സ് ദോശയാണ്. എങ്ങനെയുണ്ട്? खाण्याला आणि काम चोंगा तंबळ बुडून खाल्ली 1 किलो उचला. നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫിലോ ട്രാവലറിൻ്റെ അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് നമ്മൾ തൊയ്യാന്തുലുണ്ടിയാണ്ട. വളരെ നല്ല റെസ്പോൺസാണ് ആൾക്കാരുടെ നിന്ന് കിട്ടിയത്. അതേപോലെ കുറേ പേര് ചോദിച്ചു എത്ര നേരം വേവിക്കാൻ വെക്കണമെന്ന്. നമ്മളത് വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു 5 മിനിറ്റ് പോലും നമ്മൾ വെച്ചില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി അത് കുതിർക്കാൻ വെച്ചതിന് ശേഷം അല്ലേ അരച്ചെടുത്തതാണ് അല്ലേ. അപ്പോൾ അധികം നേരം അത് വേവിക്കേണ്ട ആവശ്യം വന്നില്ല. നമ്മൾ ആ തിളക്കണ സമയത്ത് തന്നെ അത് ഇട്ടുകൊണ്ടിരുന്നതുകൊണ്ട് ആ സമയം കൊണ്ട് അത് വെന്ത് വരും. ഒരു 5 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ അത് വേവാനായിട്ട്. നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോണത്? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രോട്ടീനെക്സ് ദോശ. പ്രോട്ടീനെക്സ് ദോശ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രോട്ടീനെക്സ് ദോശ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് പ്രോട്ടീനെക്സ് ദോശയാണ്. പക്ഷേ അതൊരു ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. കുറേ അധികം ധാന്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ദോശയാണ്. പ്രോട്ടീനെക്സ് എന്തിനാണ് യൂസ് ചെയ്യണത്? പ്രോട്ടീൻ കുറവാകുമ്പോഴത്തേക്കും ആവുമ്പോഴത്തേക്കും പ്രോട്ടീനൊക്കെ കുറവായിരിക്കും. അതെ, അപ്പോൾ ഡോക്ടർമാരൊക്കെ പറയും പ്രോട്ടീനെക്സ് കഴിക്കുന്ന പറയും. പ്രോട്ടീനെക്സ് അതായത് പ്രായമുള്ളവർക്ക് നമുക്ക് പ്രോട്ടീനൊക്കെ കുറഞ്ഞു വരുമ്പോൾ ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് പൊടിയായിരുന്നു പ്രോട്ടീനെക്സ്. പണ്ടത്തെ ആൾക്കാർക്ക് അറിയായിരുന്നു പ്രോട്ടീൻ്റെ അളവിന് എന്ത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാന്ന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ദോശയാണ്. അതായത് നമ്മുടെ പ്രോട്ടീൻ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റിയ 7 ധാന്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ദോശയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. കൊങ്ങിണിയിൽ എന്താണ് പറയണത്? ഖർബസാപ്പോളം. കൊങ്ങിണിയിൽ അതിനെ പറയുന്നത് നമ്മൾ ഖർബസാപ്പോളോ എന്നാണ്. അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം പരിചയപ്പെടുത്താം. 7 സ്റ്റാർ ദോശയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 400 ഗ്രാം പച്ചരി, 1 പിടി റാഗി, 1 പിടി ഉഴുന്ന്, 1 പിടി ചെറുപയർ, 1 പിടി കടലപ്പരിപ്പ്, 1 പിടി തൂരപ്പരിപ്പ്, 1 പിടി ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, 5 മുളക് പച്ചമുളക്, 2 വറ്റൽമുളക്, കുരുമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ കായം. ഇത്രയുമാണ് ഇന്നത്തെ 7 സ്റ്റാർ ദോശയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. 7 സ്റ്റാർ ദോശ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മളിത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഇന്ന് ദോശ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം തന്നെ ഇത് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് എന്താണ്? മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് മിക്സിയിലിട്ട് ഇത് അരച്ചെടുക്കാം. മിക്സ് ചെയ്തിട്ടാണ് കുതിർക്കാൻ ഇട്ടത് അല്ലേ. അപ്പോൾ ഇനി എല്ലാം കൂടി അതേപോലെ എല്ലാം ഒരുമിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി പോണത്. നമ്മളിതിനകത്ത് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു സെറ്റ് മാവ് അരച്ചെടുത്തു. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടാവും എല്ലാം കൂടി അല്ലേ മിക്സ് ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ടാമത്തെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വറ്റൽമുളകും പിന്നെ കരിവേപ്പില, കുരുമുളകും. ഇതിനകത്ത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്തതിന് കരിവേപ്പില ഉണ്ടോ. അതായത് ഒരു പിടി അല്ലേ, 1 പിടി കുരുമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ ഉപ്പും പിന്നെ കായമെല്ലാം ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമ്മളൊരു സ്പൂൺ അല്ലേ, 1 സ്പൂണില്ലല്ലോ, പിന്നെ കുറച്ച് വെള്ളം അതിനകത്തോട്ട് ആഡ് ചെയ്തു. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. മാവെല്ലാം പറ്റിയിരിക്കണം. എല്ലാം കുറച്ചും കൂടി വെള്ളം ഇട്ടിട്ട് നമുക്ക് മിക്സി കഴുകിയ വെള്ളം നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമ്മൾ സാധാരണ ദോശയ്ക്ക് എടുക്കുന്ന പോലെ തന്നെ അല്ലേ മാവ്. 7 സ്റ്റാർ ദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 7 സ്റ്റാർ ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടി സ്റ്റാർ വാല്യുള്ള ഒരു കിടിലൻ ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടി പരിചയപ്പെടുത്താം. തേങ്ങാപ്പീര, കൊത്തമല്ലി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, ഇവയിട്ടാണ് ഇന്നത്തെ ചമ്മന്തി ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പീരയും കൊത്തമല്ലിയും അരച്ചെടുത്തതിന് ശേഷം താളിച്ചെടുക്കുന്ന ഒരു ചട്ടിനിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ജീരകവും കടുകും ഇട്ട് താളിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിച്ചെടുത്ത ചട്ടിനിയുടെ കൂട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടോ. കഴുകിയെടുത്ത വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി കുറച്ച് നേരം ഇത് തിളയ്ക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ദോശയുടെ കൂടെ കഴിക്കാനുള്ള സ്റ്റാർ വാല്യുള്ള നമ്മുടെ ചട്ടിനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ
ദോശക്കല്ലും ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഒന്ന് ചുടാം. ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ പൊക്കത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 7 സ്റ്റാർ ദോശയും പിന്നെ അതിൻ്റെ കൂടെയുള്ള സ്റ്റാർ വാരിയുള്ള നമ്മുടെ ചട്ടിനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. നമ്മൾ തണുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ടേസ്റ്റ് പോകും അല്ലേ. അതായത് പകുതി നമ്മുടെ പ്രോട്ടീൻ കുറയുന്ന പറയണ പോലെ തന്നെ പകുതി ടേസ്റ്റ് കുറയും. നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം. അതേപോലെ ചട്നി ആണെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കണം. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം ദോശയൊക്കെ എടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്ന് റിവ്യൂ ചെയ്യണ അച്ഛനാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ കുളിച്ചതിന് ശേഷം, ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ കുളിച്ചതിന് ശേഷം പൂജ ചെയ്യാനുണ്ട്. അപ്പോൾ അച്ഛനെ കൊണ്ടാണ് റിവ്യൂ ചെയ്യിക്കണത്. എങ്ങനെയുണ്ട് ഖർബസാപ്പോള? എങ്ങനെയുണ്ട് ഖർബസാപ്പോള? ഫസ്റ്റ് ക്ലാസ് खावण्याला योकाम चोंगा तंबळ बुडों खलरी 1 കിലോ ഉച്ചതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് ഖർബസാപ്പോളോ 7 സ്റ്റാർ ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയത്. 7 തരം ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ദോശയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാൻ. മാക്സിമം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ദോശയാണിത്. അപ്പോൾ അല്ലേ, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ദോശയാണ്. പണ്ട് കാലങ്ങളിൽ വീട്ടിൽ മരുന്നിന് പകരമൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ധാന്യങ്ങളുടെയും ദോശകളാണ് അല്ലേ. അതേപോലെ പ്രോട്ടീൻ ആവശ്യമുള്ളവർ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ആളുകളിൽ എത്തിക്കുക. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ. കറിവേപ്പില പച്ചമുളകും എടുക്കാൻ വേണ്ടി വന്നതാണ്.